കൂട്ടിയ സ്വപ്നങ്ങളൊന്നും നടക്കാതെ കഷ്ടപ്പാടും ദുരിതം മാത്രം അനുഭവിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കും, എൻ്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെയായി, എൻ്റെ സ്വപ്നങ്ങൾ മാത്രം എന്താ നടക്കാത്തത്. ബൈബിളിൽ പറയുന്നുണ്ട്, ഉള്ളവന് ഞാൻ കൊടുത്തുകൊണ്ടേയിരിക്കും, ഇല്ലാത്തവനിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ടേയിരിക്കും എന്ന് വെച്ചാൽ ദൈവം ഇത്രയും ക്രൂരനാണോ? അല്ല. നന്ദി ഉള്ളവന് ഞാൻ കൊടുത്തുകൊണ്ടേയിരിക്കും, നന്ദി ഇല്ലാത്തവനിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ടേയിരിക്കും. നമ്മളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കൃഷ്ണ ഗുരുവായൂരപ്പ എൻ്റെ ദുരിതങ്ങളും കഷ്ടപ്പാടും മാറ്റണേ, എനിക്ക് സങ്കടങ്ങൾ തരരുതേ, എന്നെ ആപത്തിൽ നിന്ന് രക്ഷിക്കണേ, എനിക്കത് തരണേ ഇത് തരണേ എന്നൊക്കെ ആയിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുക. എപ്പോഴെങ്കിലും നമ്മൾ ദൈവത്തിനോട് നന്ദി പറയാറുണ്ടോ? ഇനിയിപ്പോൾ പറയുന്നുണ്ടെങ്കിൽ തന്നെ ആണ്ടിൽ മാവേലി വരണ പോലെ വല്ലപ്പോഴായിരിക്കും. അല്ലാതെ മുക്കാൽ ഭാഗം നമ്മൾ പറയാൻ നമ്മുടെ പഞ്ഞം പ്രാരാബ്ദ ആവശ്യങ്ങളായിരിക്കും, അല്ലേ? എന്നാൽ ഇനി മുതൽ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ നന്ദി പറയാൻ തുടങ്ങുക. നിങ്ങളുടെ ലൈഫിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ തുടങ്ങും. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, ഒന്നുമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല ഈ ഭൂമിയിൽ. നിങ്ങൾക്ക് ഈ ജീവിതം തന്നതിൽ, നല്ലൊരു ഫാമിലി തന്നതിൽ, നല്ല ഫ്രണ്ട്സിനെ തന്നതിൽ, നല്ല ഭക്ഷണം, വസ്ത്രം, നല്ല വാഹനം, അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയുണ്ടോ ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയാൻ തുടങ്ങും. നിങ്ങൾ എന്ന് മുതൽ ദൈവത്തിനോട് നന്ദി പറയാൻ തുടങ്ങുന്നു, അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം പതുക്കെ പതുക്കെ മാറി തുടങ്ങും. അത് ഉറപ്പാണ്. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കും. ഈ കക്ഷി നിങ്ങളെ വിളിക്കുന്നത് എപ്പോഴും എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചിട്ടായിരിക്കും. നിങ്ങൾ ആ ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കും, എന്നാലോ ഒരു നന്ദി വാക്ക് പോലും പറയില്ല. ഒരു നന്ദി പോലും ഇല്ലാത്ത ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുക. ഈ കക്ഷിയുടെ കോൾ വരുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക? ദൈവം വിളിക്കുന്നുണ്ട്, അടുത്ത കാലം എന്താണാവോ, ശല്യം എന്നല്ലേ നിങ്ങൾ വിചാരിക്കുക. എന്നാലോ നിങ്ങൾക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കക്ഷി നിങ്ങൾ എന്ത് ഹെൽപ്പ് ചെയ്തു കൊടുത്താലും അതിനൊക്കെ നന്ദിയുള്ളവനായിരിക്കും, അതിനൊക്കെ നന്ദി പ്രകടിപ്പിക്കും. അങ്ങനെയുള്ളൊരു ഫ്രണ്ടിനെ നിങ്ങൾക്ക് ചോദിക്കാതെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മനസ്സ് തോന്നും. ആൾക്കൊരു ആവശ്യം വരുമ്പോൾ ആൾ ചോദിച്ചില്ലെങ്കിലും അവൻ നല്ലൊരു മനുഷ്യനാണ്, നന്ദിയുള്ളവനാണ്, അവന് ഞാൻ അത് ചെയ്തു കൊടുക്കും എന്ന് നിങ്ങൾക്ക് തോന്നും, അല്ലേ? ഒരിക്കലും ഒരു ശല്യമായിട്ട് തോന്നില്ല. അതുപോലെ തന്നെയാണ് ഈശ്വരൻ. നിങ്ങൾ എത്രത്തോളം ദൈവത്തിനോട് നന്ദി പ്രകടിപ്പിക്കുന്നു അത്രത്തോളം ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരും. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഓരോരോ ആഗ്രഹങ്ങൾ ചോദിക്കാതെ തന്നെ ദൈവം നിങ്ങൾക്ക് സാധിച്ചു തരും. നിങ്ങൾ എന്ന് മുതൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞു തുടങ്ങുന്നു അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം മാറി തുടങ്ങും. അതുകൊണ്ട് ഇനി മുതൽ എന്നും ദൈവത്തിനോട് നന്ദി പ്രകടിപ്പിക്കുക, ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതം മാറും. താങ്ക് യു.